ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി പറയുകയാണ്. എൻ്റെ പേര് ഗ്ലാഡി ജെയിംസ് എന്നാണ്. ഞാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ കറുകുറ്റി ബെത്ലഹേം ഇടവയിൽ നിന്നാണ് വരുന്നത്. എൻ്റെ മൂത്ത മോൾക്ക് ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി പറയാനായിട്ടാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. മോളും ഹസ്ബൻഡും കാനഡയിൽ വർക്ക് ചെയ്യുകയാണ്. അവർക്ക് 4 വർഷമായിട്ടും കുഞ്ഞുങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അവർ മാതാവിനോടും ഈശോയോടും ഒത്തിരി പ്രാർത്ഥിച്ചു. അങ്ങനെ ഇരിക്കെ ഏപ്രിൽ 24, 2024 ഏപ്രിൽ മോൾ പ്രഗ്നൻ്റ് ആണെന്നറിയുകയും ഞങ്ങൾ വളരെ സന്തോഷത്തിലായിരുന്നു. അതിനെ തുടർന്ന് മെയ് മാസത്തിൽ അത് മിസ്കാരേജായി പോവുകയും ചെയ്തു. അതിനെ തുടർന്ന് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും മാതാവിനോട് ഒത്തിരി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി മോൾ പ്രഗ്നൻ്റ് ആവുകയും ജൂലൈ മാസത്തിൽ മോൾ പ്രഗ്നൻ്റ് ആവുകയും ചെയ്തു. അതിനെ തുടർന്ന് 2025 ഏപ്രിൽ 4 ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകുവാനും സാധിച്ചു. ഈശോ ഞങ്ങൾക്ക് തന്ന എല്ലാ നന്മകൾക്കും ഞങ്ങൾ നന്ദി പറയുകയാണ്. തൈലം ഞാനിവിടെ വന്നപ്പോൾ മോള് കാനഡയിലായതുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് തൈലം കൊടുത്തു വിടാൻ പറ്റില്ല എന്ന് പറഞ്ഞ കാരണം ഞാൻ എൻ്റെ വയറ്റിൽ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. ബൈബിൾ വായിക്കുകയും അതുപോലെ തന്നെ പ്രാർത്ഥനയിലും ഓൺലൈൻ പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും ചെയ്യുമായിരുന്നു. മോളും അതോടൊപ്പം തന്നെ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഒരാൺകുഞ്ഞിനെ ദൈവം തന്നതിനെ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുകയാണ്. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തത് പത്രം ഞങ്ങളുടെ ഇടവകയിലും അതുപോലെ തന്നെ ഞാൻ അറിയുന്ന എല്ലാവർക്കും കൊടുക്കുകയും ഓട്ടോ സ്റ്റാൻഡിലും എല്ലായിടത്തും ഞാൻ പത്രം കൊടുക്കുകയും ചെയ്തു. പിന്നെ ഓൺലൈനായിട്ട് പ്രാർത്ഥനയെ സംബന്ധിച്ചു കാരുണ്യ പ്രവൃത്തിയായിട്ട് രോഗികളെ സന്ദർശിക്കുകയും അതുപോലെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ധനസഹായം നൽകുകയൊക്കെ ചെയ്തു. പാവങ്ങളെ സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അതുപോലെ പൊതിച്ചോറ് നൽകുകയും ചെയ്തു. മാതാവും ഈശോയും ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരുപാട് നന്ദി പറയുകയാണ്. ഞാൻ കാനഡയിലായിരുന്നു. ഞങ്ങൾക്ക് 4 വർഷമായിട്ട് മക്കളുണ്ടായിരുന്നില്ല. ഞങ്ങൾ എന്നും മാതാവിൻ്റെ അടുത്തെന്നും പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് അമ്മ ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് വേണ്ടിയാണ് അമ്മ ഇവിടെ വന്ന് അമ്മയുടെ ഉടമ്പടി എടുത്ത് അമ്മ തൈലം പൂശി അമ്മ ഞങ്ങൾക്ക് വേണ്ടി അമ്മ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എനിക്കും അവിടെ ആയിരുന്നുകൊണ്ട് ഞാൻ ഓൺലൈനിൽ എന്നും ക്ലാസ്സുകൾ കൂടുകയും ധ്യാനം കേൾക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഞങ്ങൾക്ക് ഒരു ആൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. അതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും ഞങ്ങൾ ഒത്തിരിയേറെ നന്ദി പറയുന്നു. ഞങ്ങളുടെ വാവയുടെ പേര് ഇസാക്ക്. 1 സാമുവേൽ 1:26. ഹന്ന പറഞ്ഞു, ഗുരു, ഇവിടെ അങ്ങയുടെ മുമ്പിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ച സ്ത്രീ തന്നെയാണ് ഞാൻ. ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടു. ഗ്ലാഡി ജെയിംസ് എന്ന ഈ അമ്മ തൻ്റെ മകളുടെ ദാമ്പത്യം 4 വർഷം പൂർത്തീകരിച്ചിട്ടും ഒരു കുഞ്ഞില്ലാത്തതിൻ്റെ വിഷമത്തിലും അമ്മയോട് മകൾ തന്നെ അമ്മ മാതാവിൻ്റെ അരികിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആഗ്രഹിച്ച് പറയുകയും ചെയ്യുമ്പോൾ ഇവിടെ അമ്മയുടെ അരികിൽ വന്ന് ഉടമ്പടി എടുക്കുകയും ഈ നിയോഗം പ്രത്യേകമാവിധം സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. മകൾക്ക് ഉടമ്പടി തൈലം കൈമാറി കൊടുക്കുവാൻ പറ്റാതിരുന്നതിനാൽ അമ്മയുടെ തന്നെ ഉദരത്തിൽ കുരിശടയാളം വരച്ച തൈലം പൂശി പൂർണ്ണമായും അമ്മ മാതാവിൽ ശരണപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു വലിയ നിയോഗത്തെ, ആ ദാമ്പത്യത്തെ കൂടുതൽ ബലപ്പെടുത്തുവാൻ, അനുഗ്രഹിക്കുവാൻ, സന്തോഷം പകരുവാൻ വേണ്ടി അമ്മ ഇടപെടുകയും സഹായിക്കുകയും ചെയ്യുന്നതിന് വേണ്ടി കുടുംബം സമർപ്പിച്ച പ്രാർത്ഥനയാണ് ഈ അൾത്താരയിൽ പങ്കുവച്ചത്. ഉടമ്പടി എടുത്ത് ഏതാണ്ട് ആദ്യത്തെ 3 മാസം കഴിയുമ്പോൾ തന്നെ സഹോദരി ഗർഭിണിയാവുകയും ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ അമ്മ മാതാവ് നൽകി ആ കുടുംബത്തെ അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് രാവിലെ മുതൽ നാം ഇത് 5ാമത്തെ കുഞ്ഞുങ്ങളെ ലഭിച്ച സാക്ഷ്യമാണ് ഈ അൾത്താരയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഓരോരുത്തരും അവരുടെ കണ്ണീരിൻ്റെ കയ്പ് നിറഞ്ഞ കാലത്തിൽ ഏറെ പ്രതീക്ഷയിൽ, ഒത്തിരി ചികിത്സയിൽ, ഒത്തിരി പണനഷ്ടമൊക്കെ ഉണ്ടായിട്ട് യാതൊരു പ്രയോജനവുമില്ലാതെ ജീവിതമല്ലാതെ ക്ലേശപൂർണ്ണമായി നിൽക്കുമ്പോൾ അമ്മയുടെ അരികിൽ ഉടമ്പടിക്ക് വേണ്ടി എത്തി ഉടമ്പടി എടുത്ത് അവരുടെ സാധ്യതകളും പരിശ്രമങ്ങളും എല്ലാം പരാജയപ്പെടുന്നുവെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് ദൈവകരുണയിലും ദൈവശക്തിയിലും ആശ്രയിക്കുമ്പോൾ
അത്ഭുതകരമായി സമയച്ചുരുക്കത്തിൻ്റെ അമ്മ നിസ്സാര നാളുകൾ കൊണ്ട് ആ കുടുംബങ്ങളെ കുഞ്ഞിനെ നൽകി അനുഗ്രഹിക്കുന്നതിൻ്റെ സാക്ഷ്യം ഈ അൾത്താരയിൽ നിന്ന് ഇടതടവില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ജീവിതങ്ങളെയും അതിൻ്റെ ഏതൊരു ജീവിത ക്ലേശ വിഷയത്തെയും അമ്മയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വലിയ സഹായത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കുടുംബത്തിന് സംരക്ഷണവും സഹായവും സന്തോഷവും അനുഗ്രഹവും നൽകിയ ഈ സാക്ഷ്യത്തെ ഓർത്ത് അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.